അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു ദിവസം പ്രഭാതത്തിൽ നിങ്ങൾ ഉണരുമ്പോൾ അത്രയും കാലം കിഴക്കുദിച്ചിരുന്ന സൂര്യൻ പെട്ടെന്ന് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് ഉദിച്ചുയർന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? അതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ രംഗമല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ മുന്നറിയിപ്പ് നൽകിയ അന്ത്യദിനത്തിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നാണ് അത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞപ്പോൾ അവിശ്വാസികൾ പരിഹസിച്ചു. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കാനോ? ഇത് പ്രകൃതി നിയമങ്ങൾക്ക് എതിരല്ലേ? എന്നാൽ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ജിയോഫിസിസ്റ്റ്, നാസ, ശാസ്ത്രജ്ഞന്മാർ ഇവരൊക്കെ പ്രഖ്യാപിക്കുന്നത് എന്താണെന്നറിയാമോ? ഭൂമിയുടെ ആന്തരിക കാമ്പ്, അതായത് അതിൻ്റെ ഇന്നർ കോർ, അതിൻ്റെ ചലനം മന്ദഗതിയിലാവുകയും ദിശ തിരിയുകയും ചെയ്യുന്നു. ഭൂമിയുടെ കാന്തിക ദ്രവങ്ങൾ തലകീഴായി മറിയാൻ പോവുകയാണ്. എങ്ങനെയാണ് ഈ അവിശ്വസനീയമായ ശാസ്ത്രീയ യാഥാർത്ഥ്യം സംഭവിക്കുന്നത്? ശാസ്ത്രം കണ്ടെത്തിയ ചരിത്രപരമായ തെളിവുകൾ എന്തൊക്കെയാണ്? വരൂ, നമുക്ക് ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഒന്ന് യാത്ര ചെയ്ത് നോക്കാം. ഭൂമിയുടെ ഘടന മനസ്സിലാക്കാൻ നാം ദിവസവും കാണുന്ന ഒരു ഇലക്ട്രിക് മോട്ടോർ ഉദാഹരണമായി എടുക്കാം. ഒരു ഇലക്ട്രിക് മോട്ടോറിൽ എന്താണുള്ളത്? പുറത്തൊരു സ്റ്റേറ്റർ ഉണ്ട്, അതായത് ഒരു പെർമനൻറ്റ് മാഗ്നറ്റ്. അതിനുള്ളിൽ കറങ്ങുന്ന ഒരു ആർമേച്ചറുണ്ട്, റൊട്ടേറ്റിംഗ് ആർമേച്ചർ. ആർമേച്ചറിലേക്ക് കറണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ്, കാന്തികക്ഷേത്രം കാരണമാണ് മോട്ടോർ അതിവേഗം കറങ്ങുന്നത്. ഇനി ഭൂമിയുടെ ഉള്ളിലേക്ക് നോക്കൂ. പ്രപഞ്ചനാഥൻ അല്ലാഹു തആല ഭൂമിയെ ഒരു കൂറ്റൻ ഇലക്ട്രിക് മോട്ടോർ പോലെയാണ് പഠിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ആഴത്തിൽ തിളച്ചുമറിയുന്ന ദ്രാവക രൂപത്തിലുള്ള ഇരുമ്പും നിക്കലും അടങ്ങിയ ഒരു ഔട്ടർ കോറുണ്ട്. ഇതൊരു ആർമേച്ചർ പോലെ പ്രവർത്തിക്കുന്നു. ഇതിനുള്ളിൽ ഒരു ഇന്നർ കോറുണ്ട്. ഈ ദ്രാവക ഇരുമ്പിൻ്റെ ചലനം മൂലമാണ് ഭൂമിക്ക് ചുറ്റും ഒരു കൂറ്റൻ ജിയോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. നമ്മൾ നിത്യജീവിതത്തിൽ കാറിൽ യാത്ര ചെയ്യുമ്പോൾ വഴിയറിയാൻ ഫോണിൽ GPS അല്ലെങ്കിൽ കോമ്പാസ് നോക്കാറില്ലേ? കോമ്പസിലെ സൂചി കൃത്യമായി വടക്കോട്ട് ചൂണ്ടുന്നത് ഭൂമിയുടെ ഉള്ളിലെ ഈ മോട്ടോർ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ശാസ്ത്രലോകം കണ്ടെത്തിയ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം എന്തെന്നാൽ ഈ കാന്തിക മണ്ഡലം സ്ഥിരമല്ല. ശാസ്ത്രമെന്ന് ചരിത്രപരമായ തെളിവുകൾ നൽകുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ വീട് പണിയുമ്പോൾ കല്ലുകളും പാറകളും പരിശോധിക്കാറില്ലേ? അതുപോലെ ശാസ്ത്രജ്ഞന്മാർ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള പാറകൾ, അതായത് ഓഷ്യാനിക് ക്രസ്റ്റ് പരിശോധിച്ചു. ആ പാറകളിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പ് കണികകൾ ഓരോ കാലഘട്ടത്തിലെയും ഭൂമിയുടെ കാന്തിക ദിശയ്ക്കനുസരിച്ചാണ് അടുക്കി വച്ചിരിക്കുന്നത്. ഈ പഠനങ്ങളിലൂടെ ശാസ്ത്രം തെളിയിച്ചു, ഭൂമിയുടെ ചരിത്രത്തിൽ പല തവണ കാന്തിക ദ്രവങ്ങൾ തലകീഴായി മറിഞ്ഞിട്ടുണ്ട്, അതായത് ജിയോ മാഗ്നറ്റിക് റിവേഴ്സൽസ്. അതായത് വടക്ക് തെക്കായും തെക്ക് വടക്കായും മാറിയിട്ടുണ്ട്. അവസാനമായി ഇത്തരമൊരു പൂർണ്ണമായ തിരിച്ചിൽ നടന്നത് ഏകദേശം 7 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. ഇനി ചിന്തിച്ചു നോക്കൂ, ഒരു ഇലക്ട്രിക് മോട്ടറിൽ പോസിറ്റീവ് നെഗറ്റീവ് വയറുകൾ മാറ്റി നൽകിയാൽ എന്ത് സംഭവിക്കും? മോട്ടോർ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ദിശ മാറി വിപരീത ദിശയിൽ, അതായത് റിവേഴ്സ് റൊട്ടേഷൻ കറങ്ങാൻ തുടങ്ങും. ഇതേ കാര്യമാണ് ഭൂമിയിലും സംഭവിക്കാൻ പോകുന്നത്. 2023 പ്രശസ്ത ശാസ്ത്ര മാഗസിനായ നേച്ചർ ഇതിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ബീജിംഗ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചു, ഭൂമിയുടെ ഇന്നർ കോറിൻ്റെ കറക്കം, റൊട്ടേഷൻ നിശ്ചലമാവുകയും അത് വിപരീത ദിശയിലേക്ക് മാറാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. നമ്മളൊരു റിവേഴ്സ് ഗിയറിട്ട് വണ്ടി എടുത്താൽ ഉണ്ടാകുന്ന അതേ അനുഭവം. ഭൂമിയുടെ ഉള്ളിലെ കറക്കം മാറുമ്പോൾ ഭൂമിയുടെ കറക്കത്തിൻ്റെ ദിശയും മാറും. ഇതുവരെ കിഴക്കോട്ട് കറങ്ങിയിരുന്ന ഭൂമി പടിഞ്ഞാറോട്ട് കറങ്ങാൻ തുടങ്ങും. ഭൂമി കിഴക്കോട്ട് കറങ്ങുന്നത് കൊണ്ടാണ് സൂര്യൻ കിഴക്കുദിക്കുന്നത്. എന്നാൽ കാന്തിക ധ്രുവങ്ങൾ തലകീഴായി മറിഞ്ഞ് ഭൂമിയുടെ കറക്കം വിപരീത ദിശയിലായാൽ സൂര്യൻ കിഴക്കല്ല പടിഞ്ഞാറ് ഉദിക്കും. ചിന്തിച്ചു നോക്കൂ, ഇന്ന് ഭൂമിയുടെ ഉത്തര ധ്രുവം, അതായത് മാഗ്നറ്റിക് നോർത്ത് പോൾ ശാന്തമല്ല. അത് വർഷത്തിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ കാനഡയിൽ നിന്ന് സൈബീരിയ ഭാഗത്തേക്ക് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം ലോകമെമ്പാടും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ആകാശത്ത് പറക്കുന്ന ആയിരക്കണക്കിന് വിമാനങ്ങളും കടലിലൂടെ പോകുന്ന കപ്പലുകളും നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്ന GPS-ഉം എല്ലാം ഭൂമിയുടെ ഈ കാന്തിക ദിശയെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. മാഗ്നറ്റിക് പോൾ നീങ്ങുന്നത് കാരണം വിമാനങ്ങളുടെ നാവിഗേഷൻ സിസ്റ്റം നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. പോവേണ്ട വഴി തെറ്റാതിരിക്കാൻ പൈലറ്റുമാർ തങ്ങളുടെ റൂട്ട് മാറ്റിക്കൊണ്ടേയിരിക്കണം. മാത്രമല്ല, ലോകമെമ്പാടുമുള്ള വിമാനത്താവളങ്ങൾ, ഇവയിലെ റൺവേ നമ്പറുകൾ, ഇതെല്ലാം ഈ മാഗ്നറ്റിക് ഫീൽഡിനെ അടിസ്ഥാനമാക്കിയാണ് നൽകിയിരിക്കുന്നത്. കാന്തിക ധ്രുവത്തിൻ്റെ ഈ വേഗത്തിലുള്ള മാറ്റം കാരണം ഫ്ലോറിഡയിലെ താമ്പ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉൾപ്പെടെയുള്ള പ്രമുഖ വിമാനത്താവളങ്ങൾക്ക് തങ്ങളുടെ റൺവേ നമ്പറുകൾ വരെ മാറ്റി എഴുതേണ്ടി വന്നു. സയൻറ്റിസ്റ്റ് പ്രഖ്യാപിക്കുന്നു, ഒരു പൂർണ്ണ പോൾ റിവേഴ്സൽ പടിവാതിക്കലിലാണ്. ഇവിടെയാണ് അവിശ്വസനീയമായ പ്രവാചക വചനം നമ്മെ വീണ്ടും ഞെട്ടിക്കുന്നത്. ഒരിക്കലും ഒരു സ്വഹാബി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, അന്ത്യനാൾ, അതായത് ലോകാവസാനം എപ്പോഴാണ് സംഭവിക്കുക? അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും അന്ത്യനാളും അയക്കപ്പെട്ടിരിക്കുന്നത് ഈ 2 വിരലുകൾ പോലെ അത്രയും അടുത്തടുത്തായാണ്. മറ്റൊരു സഹീഹായ ഹദീസിൽ, സഹീഹുൽ ബുഖാരി ആൻഡ് മുസ്ലിം,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂര്യൻ അതിൻ്റെ അസ്തമയ സ്ഥാനത്ത് നിന്ന് പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അങ്ങനെ അത് ഉദിക്കുന്നത് മനുഷ്യർ കാണുമ്പോൾ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും വിശ്വസിക്കും. എന്നാൽ മുൻപേ വിശ്വസിക്കാത്തവർക്കോ വിശ്വാസത്തിലൂടെ നന്മ ചെയ്യാത്തവർക്കോ ആ സമയം വിശ്വസിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിക്ക് ഉള്ളിൽ ഇന്നർ കോർ ഉണ്ടെന്നോ അത് ഒരു ഇലക്ട്രിക് മോട്ടോർ പോലെ കറങ്ങുന്നുണ്ടെന്നോ കാന്തിക ധ്രുവങ്ങൾ നീങ്ങുന്നത് കൊണ്ട് വിമാന റൂട്ടുകൾ മാറ്റേണ്ടി വരുമെന്നോ ഒരു ശാസ്ത്ര ഉപകരണങ്ങളും ഇല്ലാത്ത കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഇത്ര കൃത്യമായി പ്രഖ്യാപിച്ചു സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുമെന്ന്? ഇത് യാദൃശ്ചികമല്ല. പ്രപഞ്ചത്തെയും ഭൂമിയെയും പഠിച്ച തമ്പുരാൻ അന്ത്യനാളിൻ്റെ കൃത്യമായ ടൈം ടേബിൾ പ്രവാചകനിലൂടെ നമ്മെ അറിയിച്ചതാണ്. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചതിന് ശേഷം തൗബയുടെ, അതായത് പാപമോചനത്തിൻ്റെ വാതിൽ എന്നേക്കുമായി അടയ്ക്കപ്പെടും. ശാസ്ത്രീയ തെളിവുകൾ നമ്മുടെ കൺമുമ്പിൽ ഒന്നൊന്നായി തെളിഞ്ഞു വരുമ്പോൾ ഇനിയും നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരണ്ടേ? നാളേക്ക് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുക. അള്ളാഹു നമ്മയെല്ലാം സത്യമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.